ഇന്ന് രാവിലെ മുതൽ ന്യൂസിൽ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും. മലപ്പുറം കൊണ്ടോട്ടിയിൽ പാർക്കിംഗ് പ്രശ്നം പറഞ്ഞിട്ട് ഒരു പോലീസുകാരൻ വേറൊരു പയ്യൻ്റെ കോളറിലൊക്കെ പിടിച്ച് കഴുത്തിലൊക്കെ പിടിച്ച് തിരിച്ച് വണ്ടി കയറാൻ വേണ്ടി ഇടിച്ച് കുത്തി കയറ്റി കൊണ്ടുപോകുന്ന ഒരു വിഷ്വൽ. അത് കംപ്ലീറ്റ്ലി ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് നടന്നത് മലപ്പുറം കൊണ്ടോട്ടിയിലാണ്. അപ്പോൾ ഇത് ആക്ച്വലി എനിക്കറിയില്ല നിങ്ങളിൽ എത്ര ആളുകൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്തിട്ടുണ്ടാവുന്നുള്ളത്. ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഫാമിലി ആയിട്ട് ഒരു സ്ഥലത്ത് പോയി പാർക്കിംഗ് ഇല്ല എന്ന് വിചാരിച്ചോ, സൈഡിൽ കുറച്ച് പാർക്ക് ചെയ്യണം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ കയറി ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേക്കറിയോ നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കിയെന്ന് വിചാരിച്ചോ, ഒരു 2 സെക്കൻഡ് കാത്തിരിക്കുക പാർക്കിംഗ് കിട്ടും എന്നൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സൈഡിൽ പാർക്ക് ചെയ്യും. റോഡ് സൈഡിലാണെങ്കിൽ കുറച്ച് ഒതുക്കി പാർക്ക് ചെയ്യും. ഇനി ഒതുങ്ങിയില്ലെങ്കിൽ പോലും പോലീസുകാർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എടുത്തു കൊടുക്കും. എസ്പെഷ്യലി ഫാമിലിയുള്ള ടൈമിലാണെങ്കിൽ നമ്മൾ ഒന്നും പറയാൻ നിൽക്കില്ല, നമ്മൾ എടുത്തു കൊടുക്കും. പക്ഷെ ചില പോലീസുകാർ, ഞാൻ വീണ്ടും പറയുന്നു എല്ലാ പോലീസുകാരല്ല, ചില പോലീസുകാർ അവർ രാവിലെ ആക്കിയിട്ട് വരുമ്പോൾ അവരുടെ മനസ്സിൽ പലതായിരിക്കാം. പല പ്രശ്നങ്ങൾ, വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും, പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ ചില ഈഗോ കോംപ്ലക്സ് ഉണ്ടാവും. അങ്ങനെ പല വിഷയങ്ങളുള്ള പോലീസുകാരുണ്ടാവും. കാരണം ആഫ്റ്റർ ഓൾ ഹ്യൂമൻ ബീയിങ് ആണ്, മനുഷ്യനാണ്. ഈ പ്രശ്നം ഫുള്ള് മനസ്സിൽ വെച്ചിട്ട് ഇവർ നേരെ വന്ന്, ഇപ്പോൾ നമ്മൾ കുറച്ച് സൈഡിലാണ് വർക്ക് ചെയ്യുന്നത് വിചാരിച്ചു, വണ്ടി 4 അടി. ഇനി അവിടെ കുറച്ച് ബ്ലോക്കുള്ള ഒരു സ്ഥലം കൂടിയാണെന്നുണ്ടെങ്കിൽ നോക്കണ്ട. കൊണ്ടോട്ടി ഈ 17 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ബ്ലോക്കുള്ള സ്ഥലമാണ്. അപ്പോൾ അതൊരു ജംഗ്ഷനാണ്. അവിടെ അത്യാവശ്യം നല്ല തിരക്കും ബ്ലോക്കും എപ്പോഴും ഉണ്ടാകുന്ന സ്ഥലമാണ്. കുറച്ച് റോഡിനൊരു വലിപ്പക്കുറവുണ്ട്. കുറച്ചൊരു വലിപ്പക്കുറവുണ്ട്. അപ്പോൾ എന്താണെങ്കിലും പോലീസുകാരുടെ സ്ഥിരം പരിപാടി എന്ന് പറഞ്ഞാൽ, എല്ലാവരും പറയുന്നില്ല എഗെയിൻ, ചില പോലീസുകാരുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വണ്ടിമ ഒന്നങ്ങോട്ട് അടിക്കും. ടപ്പ 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 ടപ്പേന്ന് പറഞ്ഞ് അടിക്കും. നമ്മൾ കാശ് കൊടുത്ത് മേടിച്ച സാധനമല്ലേ ഇത്. നമ്മൾ അത്രയും പൊന്നുപോലെ കൊണ്ടു കിടക്കുന്ന വണ്ടീൻ്റെ മുകളിൽ വന്ന് ടപ്പ ടപ്പിന്ന് അടിക്കുമ്പോൾ സത്യത്തിൽ നമുക്ക് നെഞ്ചു വേദനിക്കും. നമ്മളും പോലീസുകാരെ പോലെ തന്നെ കുറച്ചൊരു മൂഡ് ഔട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ, കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ എന്താണെങ്കിലും തിരിച്ച് സാറേ എന്തിനാ വണ്ടിയുമ്പോൾ തട്ടണം, ഞാൻ വണ്ടി എടുക്കില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞടേ പിന്നെ കൃത്യനിർവഹണത്തിനെതിരെ നിന്നു എന്ന് പറയും. നേരെ വണ്ടിയിൽ നിന്ന് വലിച്ചിറക്കും, കൊല്ലിക്ക് പിടിച്ച് കൊണ്ടുപോകും സ്റ്റേഷനിലേക്ക്. അതിനി ഫാമിലി ഉണ്ടെങ്കിൽ പോലും ഒന്നും നോക്കില്ല. പിന്നെ തെറിവിളിയും തന്തയ്ക്കുവിളിയാവും. പിന്നെ അവിടെ സീൻ വേറെ ആയിരിക്കും. ഏകദേശം അതേ സീൻ തന്നെയാണ് ഇന്ന് കൊണ്ടോട്ടി കാണാൻ ഇടയായത്. കാരണം ഈ സംഭവം ഉണ്ടായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേര് എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു, ചേട്ടാ ആ പോലീസുകാരൻ ചുമ്മാ ഷോ കാണിച്ചതാണ്. ചുമ്മാ ഷോ കാണിച്ചാണ്. പയ്യൻ്റെ ഭാഗത്ത് കംപ്ലീറ്റ്ലി തെറ്റില്ല എന്നല്ല പറയുന്നത്. അവനും ചൂടാവുന്നുണ്ട്, അയാളും ചൂടായി. കാരണം അയാൾ അങ്ങനെ പിടിക്കുമ്പോൾ അവൻ അത്രയും ചൂടാവണ്ടേ. അപ്പോൾ അവനും റെസിസ്റ്റ് ചെയ്തു, ഇയാൾ അവനെ വിട്ടതുമില്ല. ഇതാണ് അവിടെ നടന്ന സിറ്റുവേഷൻ. ഞാനിനി ഇവിടെ വേറൊരു വീഡിയോ പ്ലേ ചെയ്യാം. പൊതുജനങ്ങൾ പോലീസ് പ്രവർത്തനത്തെ പകർത്തുന്നത് സംബന്ധിച്ച് സംസ്ഥാന പോലീസ് മേധാവിയുടെ പുതിയ സർക്കുലർ. പോലീസ് പ്രവർത്തനത്തിന്റെ ഓഡിയോ വീഡിയോ പൊതുജനങ്ങൾ പകർത്തിയാൽ തടയരുതെന്ന് നിർദ്ദേശം നൽകിയാണ് സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. കേരള പോലീസ് ആക്ടിലെ സെക്ഷൻ 33 പ്രകാരം പോലീസും പൊതുജനങ്ങൾക്കും പോലീസ് പ്രവർത്തനത്തിന്റെയോ നടപടിയോ ഓഡിയോ വീഡിയോ അല്ലെങ്കിൽ ഇലക്ട്രോണിക് റെക്കോർഡുകൾ എടുക്കാൻ അവകാശമുണ്ടെന്ന് DGP ഷേഖ് ദർവേ സാഹിബ് വ്യക്തമാക്കുന്നു. അതിനാൽ പൊതുജനങ്ങൾ പോലീസ് പ്രവർത്തനത്തിന്റെ വീഡിയോ നിയമവിധേയമായി എടുക്കുന്നതിനെ തടയാൻ പാടില്ലെന്നും DGP പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. പോലീസ് ജനങ്ങളോട് മാന്യമായി പെരുമാറണമെന്നും സർക്കുലറിലുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ സർക്കുലർ വീണ്ടും പുറത്തിറക്കിയത്. പോലീസ് സേനാംഗങ്ങൾ പൊതുജനങ്ങളുമായി ഇടപെടുമ്പോൾ പാലിക്കേണ്ട മര്യാദയെക്കുറിച്ച് വിവിധ സർക്കുലറുകളിൽ പരാമർശിച്ചിട്ടുണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ലെന്ന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് DGP ഉത്തരവിൽ വ്യക്തമാക്കുന്നത്. DGPന്റെ ശ്രദ്ധയിൽ ഇനി ഒരു 1000 പ്രാവശ്യം ഇവിടുത്തെ ഒരു 10-100 പോലീസുകാർ ജനങ്ങളോട് അപമര്യാദയായിട്ട് പെരുമാറുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ പോലും ഒരു തരത്തിലുള്ള തീരുമാനം ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. ഇതൊക്കെ സർക്കുലറിൽ ഇരിക്കുന്നല്ലാതെ വേറൊരു വഴിയില്ലടി. ഞാൻ പറഞ്ഞില്ല, ഇവിടെ പോലീസുകാർ, ചില പോലീസുകാർ, ഞാൻ വീണ്ടും പറഞ്ഞു എല്ലാവരും, ചില പോലീസുകാർ ഒട്ടും ജനങ്ങളോട് ഒരു റെസ്പെക്റ്റ് ഇല്ല. വാടേ പോടേ നിൽക്കടേ നീ മറ്റവനെ പൂപ്പി ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ചിലർ. ഇതാണ് അവസ്ഥ. കാരണം കാക്കി ഇങ്ങോട്ട് മേത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സൂപ്പർ പവർ കിട്ടിയ മാതിരിയാണ് ചില പോലീസുകാർക്ക്. അങ്ങനെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് ഈ കൊണ്ടോട്ടി വിഷയം ഉണ്ടാക്കിയ ഒരാൾ. എന്താണെങ്കിലും കൊണ്ടോട്ടി ഒരു ബേക്കറീൻ്റെ മുന്നിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവം നടന്ന സമയത്ത് ഈ പയ്യൻ്റെ കൂടെ അവൻ്റെ ഫാമിലി ഉണ്ടായിരുന്നു. സോ അവർ പറയുന്നതും കൂടി നമുക്കൊന്ന് നോക്കാം. എൻ്റെ പേര് മുസ്ന. ഞാനിപ്പോൾ ഈ വീഡിയോ എടുപ്പിക്കുന്നത് എൻ്റെ ലൈഫിൽ ഇന്നലെ നടന്ന ഒരു സിറ്റുവേഷൻ്റെ ബേസിലായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എൻ്റെ ബ്രദർ ഇപ്പോൾ നോൺ ബെയിലബിൾ ഒഫൻസിൽ പോലീസ് സ്റ്റേഷനിലാണ്. അവൻ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിലാണ് അവൻ അതിൽ കിടക്കുന്നത്. ഞാനും എൻ്റെ ബ്രദറും കൂടെ ഇന്നലെ എൻ്റെ സിസ്റ്ററിലാണ് ഡോക്ടറെ കാണിച്ച് തിരിച്ചു വരുന്ന സമയത്ത് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി ഞങ്ങളൊരു കൂൾബാറിന്റെ മുന്നിൽ, ബഷീർ കൂൾബാർ എന്നാണ് അതിന്റെ പേര്, അതിന്റെ മുന്നിൽ ഞങ്ങൾ വണ്ടി ഒതുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു കുറച്ച് ഫ്രണ്ടിലേക്ക് ഒതുക്ക്,
വേറെ വണ്ടി എടുക്കുന്നുണ്ട്, അങ്ങോട്ടേക്ക് ആ ഗ്യാപ്പിലേക്ക് കയറ്റാമെന്ന് പറഞ്ഞു. ആ ഗ്യാപ്പിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നല്ലോണം ഒതുക്കി ഒരു സൈഡിലേക്ക് നിർത്തിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് വേറൊരു റെഡ് സ്വിഫ്റ്റ് അവിടുന്ന് റോങ് സൈഡ് കയറി ഒരു ബ്ലോക്ക് ഉണ്ടായി. ആ ബ്ലോക്കിന്റെ കാരണം റെഡ് സ്വിഫ്റ്റുകാരനായിട്ട് പോലും ഞങ്ങളെടുത്ത് വന്ന ഇന്നലെ അവിടെ ട്രാഫിക് കൺട്രോളിലുണ്ടായിരുന്ന സദക്കത്തുള്ള ഞങ്ങളെടുത്ത് വളരെ മോശമായിട്ട് പെരുമാറി. ഞങ്ങളുടെ വണ്ടിയിൽ വന്ന് അടിക്കുകയും ഫ്രണ്ടിൽ വന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്ത സാഹചര്യത്തിൽ എന്റെ ബ്രദർ ചോദിച്ചു, എന്തിനാണ് ഇപ്പൊ ഫോട്ടോ എടുക്കുന്നത് സർ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എന്റെ ബ്രദറിനെ അതൊന്ന് പിടിച്ചു വലിച്ച് പുറത്തിറക്കിയിട്ട് ഭയങ്കര അബ്യൂസീവായിട്ട് അടിക്കുകയും കുത്തുകയും നീ ഇനി പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് വാശി കാണിക്കുകയും ചെയ്തു. ആ സാഹചര്യത്തിൽ ഞാനും പുറത്തിറങ്ങി. അവിടെ ഉണ്ടാകുന്ന നാട്ടുകാരായാലും ആളുകൾ ചോദ്യം ചെയ്യാൻ തുടങ്ങി. സർ എന്തിനാ കൊണ്ടുപോകുന്നത്, സർ അവനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നാട്ടുകാരായാലും ചോദിക്കുമ്പോൾ അയാൾക്ക് മറുപടി ഇല്ല. അയാളുടെ ഒരു പോലീസ് എന്നുള്ള അരഗൻസ് ഈഗോയും കാണിക്കാൻ വേണ്ടിയിട്ട് അയാൾ മറുപടി ഒന്നും പറയാണ്ട് പോലീസ് സ്റ്റേഷനിൽ കയറിയിട്ട് പോയാൽ മതി എന്നുള്ള ആ ഒരു ഭാവത്തിൽ മാത്രം നിൽക്കുക. ഓക്കെ, അപ്പൊ ആ ലേഡി എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു കട, ഓക്കെ, ആ ഒരു കട ഇപ്പോഴാണ് റിനോവേറ്റ് ചെയ്തത്. ആ കട റിനോവേറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ കാലിക്കറ്റിൽ നിന്ന് പാസ് ചെയ്യുന്ന സമയം. സോ എനിക്കറിയാം ആ കടയിലെ തിരക്കും ആ ജംഗ്ഷനിലെ തിരക്കും കൊണ്ടോട്ടി അവിടുത്തെ തിരക്കും എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ആ ഒരു തിരക്കുള്ള സിറ്റുവേഷനിൽ തന്നെ അവിടെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അടുത്തൊരു ജംഗ്ഷൻ ഉണ്ട് അവിടെ. ആ ജംഗ്ഷനിൽ ബാരിക്കേഡും പിന്നെ ബസ്സുകാരും അപ്പുറത്തൊരു പെട്രോൾ പമ്പും ഈ കടകളും എല്ലാം കൂടി ആകുമ്പോൾ അവിടെ നല്ല ജാമാണ്. അപ്പോൾ ഈ പെർട്ടിക്കുലർ കടയിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ റിനോവേറ്റ് ചെയ്ത് പുതിയതായിട്ട് തുടങ്ങിയത് കൊണ്ട് അതിൻ്റെ റഷ് ഭയങ്കരമായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തായിരിക്കണം, കുറച്ച് റഷുള്ള ടൈമാണ് ഇപ്പോൾ അവിടെ. ആളുകൾ വന്നും പോകുന്ന സമയത്ത് അവിടെ പാർക്ക് ചെയ്യുന്നത് ഏകദേശം അങ്ങനെയൊക്കെ തന്നെയാണ് ആ കടയിൽ. കാരണം അപ്പുറത്ത് ചിക്കിങ് ഉണ്ട്, അപ്പുറത്ത് ഈ ബഷീർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു 2 മിനിറ്റ് ഗ്യാപ്പിൽ ഒരു വണ്ടി എടുത്ത് പോയിട്ട് ഇടാനുള്ള രീതിക്ക് എല്ലാവരും സൈഡാക്കുന്നതായിരിക്കാം. എന്താണെങ്കിലും പോലീസുകാർ, ഓക്കെ, അവിടെ നിന്ന് ഈ സദക്കത്തുള്ള എന്ന് പറഞ്ഞ പോലീസുകാരൻ ഇയാളെ എന്താണ് പ്രൊവോക്ക് ചെയ്തതെന്നുള്ളത്, ഇനി എന്ത് പ്രൊവോക്ക് ചെയ്താലും, ഞാൻ പറഞ്ഞ എന്ത് പ്രൊവോക്ക് ചെയ്താലും ഫാമിലി ആയിട്ട് ആ ചങ്ങാതി അവിടെ വണ്ടിയിലിരിക്കുന്ന ടൈമിൽ ഓക്കെ വന്നു കണ്ടു ഫോട്ടോ എടുത്തു പോകണമെങ്കിൽ ഇറ്റ്സ് ഫൈൻ. ഇനിയിപ്പോൾ ഫോട്ടോ എടുത്തത് എന്തിനാ എന്ന വണ്ടിക്കാരൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു മറുപടി പറഞ്ഞിട്ട് പോയാൽ മതി. അതിന് പകരം അയാളെ കൊല്ലിക്കും പിടിച്ച് അവിടുന്ന് ആ ഷോ ഓഫും കാണിച്ച്, ഇപ്പോൾ പലരും പറയുന്നുണ്ടാവും ചിലപ്പോൾ അത് വണ്ടിക്കാരൻ വല്ലതും പറഞ്ഞതുകൊണ്ടായിരിക്കാം. വണ്ടിക്കാരൻ വല്ലതും പറഞ്ഞതുകൊണ്ട് എന്നുള്ളത് എന്താ പറയുക, ഇനിയിപ്പോൾ CCTV ക്യാമറ ഫുട്ടേജൊക്കെ കൊണ്ടുപോകേണ്ടി വരും. കാരണം കൃത്യനിർവഹണത്തിനെതിരെ നിന്നു, പോലീസുകാരനെ കയ്യേറ്റം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇപ്പോൾ കേസ് ഇട്ടിട്ടുണ്ടാവും. ആൻഡ് പോലീസുകാരൻ എന്താണെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുണ്ടാവും. അഡ്മിറ്റ് ആയിന്നാണ് ഞാൻ കേട്ടത്. എന്താണ് ഈ പോലീസുകാരനാണ് ഈ ചെക്കൻ്റെ കൊല്ലിക്ക് പിടിച്ചിട്ട് ഈ ചെക്കൻ്റെ ബോധം പോയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ ഉണ്ടായി എന്നാണ് ഈ ലേഡി ഇവിടെ ഇനി അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇവിടെ ഒരു മാന്യമായ ബിഹേവിയർ പോലീസുകാർ ജനങ്ങൾക്ക് കൊടുക്കണം. ഓക്കെ, പിന്നെ ജനങ്ങളുടെ ഫ്രസ്ട്രേഷൻ പോലീസുകാരാണ് ഇവിടെ മനസ്സിലാക്കണം, അല്ല പോലീസുകാരുടെ ഫ്രസ്ട്രേഷൻ ജനങ്ങൾ എത്രത്തോളം മനസ്സിലാക്കണം ആ ഒരു തത്വത്തിനോട് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. കാരണം പോലീസ് ജോലി എന്ന് പറയുമ്പോൾ തന്നെ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോബാണ്. പിന്നെ നമ്മൾ നാട്ടുകാർ പോലീസുകാരുടെ എല്ലാ സ്ട്രെസ്സും പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അതിനുള്ള റെസ്പെക്റ്റും നമ്മൾ പോലീസുകാർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ പോലീസുകാർ ചിലർ ഒരു തരത്തിലും ജനങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യില്ല, ഒരു തരത്തിലും അവർക്ക് ജോലിയോടൊരു സ്നേഹമില്ല. അവർക്ക് അവരുടെ അറഗൻസ് കാണിച്ചാൽ മതി, അവർക്ക് ചുറ്റുപാട് ആരാ എന്താ ഉള്ളതെന്ന് ഒരു പിടുത്തമില്ല. പിന്നെ ഈ വീഡിയോ ഞാനിവിടെ ഇയാൾ കഴുത്തിനും കൊല്ലിക്കും പിടിക്കുന്ന പ്ലേ ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വയലൻസ് സീനാണത്, അതുകൊണ്ട് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. പക്ഷേ ആ വോയിസിൽ വളരെ ക്ലിയറാണ്, ആ വീഡിയോൻ്റെ വോയിസിൽ വളരെ ക്ലിയറാണ്. നിങ്ങളത് തപ്പി നോക്കിയാൽ നിങ്ങൾക്ക് മറ്റേ ന്യൂസ് ചാനലിലൊക്കെ ആ ഒരു വീഡിയോ ക്ലിപ്പ് കിട്ടും. അതിൻ്റെ വോയിസിൽ ഈ പയ്യൻ ചോദിക്കുന്നത്, സാറേ ഞാൻ ചെയ്തത് എന്താ, നിങ്ങൾ എന്തിനാ പിടിച്ചുകൊണ്ടോണെന്ന് ചോദിക്കുന്നത്, ഈ കൊണ്ട് കയറി വന്നിട്ട് പോയാൽ മതി എന്നാണ് ആ പോലീസുകാരൻ്റെ ഒരു ഇത്. ആൻഡ് ആ ഒരു ലേഡി അവിടെ പോയി പറയുന്നുണ്ട്, എന്തിനാണ് നിങ്ങൾ ഈ വലിച്ചു കൊണ്ടുപോകുന്നത്. ഇയാളൊന്നും പറയുന്നില്ല, ഇയാൾ വേറെന്തോ കാര്യത്തിൽ പ്രൊവോക്ഡായി ഇയാൾ ഈ ചങ്ങായിനോട് പിടിച്ചു. ഇങ്ങനെയൊക്കെയാണോ പോലീസുകാർ ബിഹേവ് ചെയ്യേണ്ട ഒരു സാധാരണക്കാരനോട്? ഇങ്ങനെയാണോ ചെയ്യേണ്ടത്? അങ്ങനെ ബ്രദറിനെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും ഷോൾഡറിൽ, ഞങ്ങളുടെ കയ്യിൽ വീഡിയോസ് ഉണ്ട്, അവിടെ കൂടിയുന്ന ലോക്കൽസ് എടുത്ത വീഡിയോസ് ഉണ്ട്, അതിൽ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആളുടെ കഴുത്തിനെ പിടിച്ചിട്ടുണ്ട്, ഷോൾഡറിൽ നിന്ന് വിട്ടിട്ടില്ല, പിടിച്ച് വലിക്കുകയും ചെയ്തു, നെറ്റിയിൽ അടിച്ചിട്ടുണ്ട്. ഈ സമയത്ത് സ്വാഭാവികമായിട്ടുള്ള റിഫ്ലെക്സ് പോലെ എന്റെ ബ്രദറും തിരിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. അവൻ പറയുന്നുണ്ടായി, എന്താണ് കാരണം എന്ന് പറയാണ്ട് നിങ്ങൾ കൊണ്ടുപോകല്ലേ, നിങ്ങൾ കാരണം പറ, എന്തിനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരേണ്ടത് എന്ന് പറയാന്ന് ചോദിച്ചിട്ട് അതിന് മറുപടി കൃത്യമായിട്ട് അയാൾക്കില്ല. അത്രയും അബ്യൂസീവായിട്ട് പിടിച്ചു വലിച്ച് ഒരു ഓട്ടോയിൽ ഉണ്ടി കയറ്റാൻ വേണ്ടി നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ആ സമയത്ത് ഈ കഴുത്തിന് പിടിച്ചിട്ട് സഫോക്കേഷൻ കാരണം ആള് ഫെയിന്റ് ആയി വീഴും. അപ്പം SP എന്ന് പറയുന്ന കൊണ്ടോട്ടി SP ആയിട്ടുള്ള ആള് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ആളുടെ പ്രൈവറ്റ് വെഹിക്കിളിൽ ഞങ്ങളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ആ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചിട്ട് ഈ സദക്കത്തുള്ള ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കുക എന്നുണ്ടെങ്കിൽ ഞങ്ങളെ തൂക്കുമെന്ന് പറയും. ബ്രദർ കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പിടിക്കുമ്പോൾ അയാൾ എന്റെ ഷോൾഡറിൽ അടിക്കുകയും ചെയ്തു. എന്നോട് അബ്യൂസീവായിട്ട് പെരുമാറി. SP ഒതുങ്ങാൻ പറഞ്ഞപ്പോൾ മാത്രമാണ് സദക്കത്തുള്ള ഒതുങ്ങിയത്. ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ ആയേണ്ടി വരുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ നിയമം രക്ഷിക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ എത്രയും നമ്മളെടുത്ത് അഗ്രസീവായിട്ട് പെരുമാറുമ്പോൾ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നോൺ വെയിലബിൾ ഒഫൻസിലോ മർഡർ കേസോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനവിടെ പിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. ഞാനിപ്പോ ഇതാ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റിന് വേണ്ടി പോവുകയാണ് അസോൾട്ടിന്റെ പേരിൽ. സദക്കത്തുള്ള എന്ന് പറഞ്ഞ ഈ ഒരു ഗുണ്ടാ പോലീസുകാരൻ ഈ പണി കാണിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം ആ ലേഡിക്ക് ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ വന്നിരുന്നിട്ട് ക്യാമറേൻ്റെ മുന്നിൽ ഇന്നെ അടിച്ചു എന്നൊന്നും അവർക്ക് ഫേക്കായിട്ട് ഉണ്ടാക്കി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അവർക്ക് അറിയാം കോൺസിക്വൻസസ് എന്തൊക്കെയാണ്. ചുറ്റും CCTV ക്യാമറയും ആളുകളുടെ കയ്യിൽ ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കടയിന് മുന്നിൽ ഓബിയസ്ലി അവിടെ ഒരുപാട് ആക്സസറി ഷോപ്പ് അടക്കം ഒരുപാട് ഷോപ്പുകളിലാണ്. അവിടെ എല്ലായിടത്തും CCTV ഉണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും ഓരോ ആളുകൾ നിന്ന് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ കൊണ്ടോട്ടി അങ്ങാടിയിൽ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ദുരന്തമൊക്കെ ഉണ്ടായ സമയത്ത് അറിയില്ല, ആളുകൾ ഇടപെടും. ഇതിലും ആളുകൾ ഇടപെട്ടതായിട്ട് ആ വിഷ്വൽസിൽ ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട്. ഇപ്പോൾ ആളുകൾ പോലീസുകാരോട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പോലീസുകാർ ഇതിലൊന്നും കേൾക്കാതെ അനങ്ങാതെ എന്തൊരു ഈഗോ വാശി വെച്ചിട്ട് ഇത് ചെയ്തേ പറ്റൂ, ഇവനെ കൊണ്ടുപോയേ പറ്റൂ എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് ഗുണ്ടായിസം തന്നെയാണ് പറയേണ്ടത്. അതിലും കൂടുതലൊന്നും പറയാനില്ല. പിന്നെ ആ ലേഡിയുടെ ദേഹത്ത് കൈ വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ ഇയാളൊക്കെ സർവീസിൽ ഇരുന്നിട്ട് എന്തിനാന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം നമ്മളെ ജീവനും സുരക്ഷയ്ക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ട പോലീസുകാർ നമ്മളുടെ തന്നെ ജീവനും സുരക്ഷയും എടുക്കുന്ന രീതിയിലുള്ള പണി കാണിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ സിറ്റുവേഷൻ ഈ നാട്ടിൽ? സാധാരണ രീതിയിൽ എനിക്ക് അറിയുമ്പോൾ മലപ്പുറത്തെ പോലീസുകാരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂൾ ആൻഡ് കാമാണ്. ആളുകളായിട്ട് വളരെ നീറ്റ് ആൻഡ് അടിപൊളിയായിട്ട് ബിഹേവ് ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ ഇതേപോലെ കുറേ ബാക്ടീരിയകളുണ്ടാവും. എത്ര കഴുകിയാലും 1-2 ബാക്കി വരില്ല. അങ്ങനെയുള്ള കുറേ ബാക്ടീരിയകൾ മൊത്തം ബാക്കിയുള്ളവരുടെ പേര് കളയാനും ഇറങ്ങിത്തിരിക്കും. അവർക്ക് ഞാൻ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും ലൈഫിൽ ഇഷ്യൂസ് കാണും. പിന്നെ ഈ വന്ന് വണ്ടി മാറ്റി അത് ഭയങ്കര സീനാണ്. എനിക്കത് പേഴ്സണലി ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു പണിയാണ്. വണ്ടി വന്ന് ടപ്പേന്ന് പറഞ്ഞ അടിയോടി ചുമ്മാ ഒന്ന് അടിക്കും. എനിക്ക് ഞാൻ 1-2 സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ട് ഞാനും ഇതേമാതിരി കച്ചറ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അത് ഇത്രത്തോളം വയലൻ്റായിട്ട് ഉന്തും തള്ളൊന്നും ആയിട്ടില്ല. കാരണം അതിന് മുന്നേ തന്നെ പറയാനുള്ള രീതിയിൽ പറയാൻ നമുക്കറിയാം. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പറയുന്നതും ഈ സിറ്റുവേഷനിൽ ആ പയ്യനൊന്നും പറയാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ഞാൻ പറഞ്ഞില്ല, ആ സിറ്റുവേഷൻ കണ്ട വ്യക്തികൾ എനിക്ക് ഇൻസ്റ്റയിൽ എന്നോട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ആ പോലീസുകാരൻ ചുമ്മാ അയാൾ വെറുതെ വന്ന് ഷോ ആക്കി പോയതാണ്. പിന്നെ ഇതേ വന്നിട്ട് ത്രട്ടൻ ചെയ്യുക, കേസ് കൊടുത്താൽ തൂങ്ങും എന്നൊക്കെ. അതൊക്കെ അന്ധകാലം, കുട്ടമ്പിള്ള പോലീസിൻ്റെ കാലത്ത്. ഇപ്പം ഒന്നും നടക്കൊന്നുമില്ല. സദക്കത്തുള്ള വീട്ടിലിരിക്കേണ്ടി വരും.